ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു യാത്രയെക്കുറിച്ചാണ്. പക്ഷേ ഇത് വെറും ഒരു യാത്രയല്ല കേട്ടോ. കുറച്ച് സന്തോഷങ്ങളും കുറച്ച് കാത്തിരിപ്പും ഒരുപാട് വികാരങ്ങളും നിറഞ്ഞൊരു യാത്ര അല്ലേ? യാത്ര എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും മനസ്സിൽ വരിക. ചിലർക്ക് പുതിയ സ്ഥലങ്ങൾ കാണുന്നതാണ് യാത്ര, ചിലർക്ക് പുതിയ അനുഭവങ്ങൾ നേടുന്നതാണ് യാത്ര. പക്ഷേ നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് നാട്ടിലേക്ക് പോകുന്നു, അവർക്ക് സന്തോഷത്തോടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണല്ലേ. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തൊട്ട് ആ സമയം മുതൽ തന്നെ മനസ്സ് നാട്ടിലെത്തിയിട്ടുണ്ടാവും. വീട്ടുകാരെ കാണാനുള്ള ആകാംക്ഷ, നാട്ടിലെ ഭക്ഷണം കഴിക്കാനുള്ള കൊതി, പഴയ വഴികളിലൂടെ വീണ്ടും നടക്കാനുള്ള സന്തോഷം, അതൊക്കെ വേറെ ഒരു ഫീലാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും അവിടെ നിന്ന് നാട്ടിലേക്കും പോകുന്ന ഒരു യാത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ യാത്രയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളും നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് യാത്ര തുടങ്ങാമല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ ഇപ്പോൾ കൊച്ചിയിലെത്തി. കൊച്ചി എത്തിയപ്പോഴല്ലേ ഒരു പ്രശ്നം. ഈ എബോള വൈറസിനെ കണ്ടുപിടിച്ചത് കാരണം നമ്മൾ എയർപോർട്ടിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. അത് ഓരോരുത്തർക്കും ഫില്ല് ചെയ്ത് ക്യൂവിൽ നിന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇറങ്ങാനുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളെ അങ്ങനെ ലാസ്റ്റ് ലഗേജൊക്കെ കിട്ടി ഞങ്ങൾ പുറത്തിറങ്ങി. നാടൊക്കെ കാണുമ്പോൾ പ്രത്യേക ഫീല് തന്നെ. രാത്രിയിലുള്ള യാത്ര ആയതുകൊണ്ട് നല്ല ക്ഷീണം. ഇനി വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം കേട്ടോ. ബൈ ബൈ.